ഹലോ സുഹൃത്തുക്കളെ, ഞാനുള്ളത് ഇപ്പോൾ ഫെറോക്കിനടുത്ത് പള്ളിത്താഴം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 20 വർഷത്തോളം സൗദി ജയിലിൽ കഴിഞ്ഞ നമ്മളുടെ പ്രിയപ്പെട്ട അബ്ദുറഹീം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരുപാട് വേദനകൾ സഹിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മക്കൾ ഒന്നടങ്കം ജാതി മതഭേദമന്യേ ഈ മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിച്ചിട്ട് ആ മനുഷ്യനെ ആ ഒരു വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ മനുഷ്യൻ നിന്ന് നാട്ടിലേക്ക് വന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹം 20 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് പോയി ആ വീട്ടിലേക്കാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ തിരക്കും തെക്കും എല്ലാം ഒഴിഞ്ഞ സമയത്താണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോ പങ്കുവെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ വീട്ടിലേക്കാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ആ ഒരു കാഴ്ചയാണ് ഞാൻ ഫെറോക്ക് കോടമ്പുഴ പള്ളിത്താഴത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രേക്ഷകരെ, പള്ളിത്താഴം എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് റോഡ് സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പഴയ വീട്ടിലേക്കാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം തിരക്കുകളൊക്കെ ഒഴിവായി എല്ലാവരും പോയി. ഇനി ചില നേതാക്കൾ വരുന്നുണ്ടെന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പള്ളിത്താഴം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വേറൊരു വീടാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് കേട്ടോ. അവരൊക്കെ വളരെയധികം സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് ഇന്ന് ഈ കോടമ്പുഴ ഈ പള്ളിത്താഴം സാക്ഷിയായി കൊണ്ടിരിക്കുന്നത്. ആ റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വേദനകൾക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിഷമങ്ങൾക്കെല്ലാം അറുതിയായിക്കൊണ്ട് ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ ഇരട്ടി മധുരമായിക്കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും, മലയാളികളുടെ, പ്രവാസികളുടെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമ കാരണം അദ്ദേഹം റിലീസായിക്കൊണ്ട് കേരളത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കണ്ണുനീരൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ അറുതിയായിക്കൊണ്ട് ഇന്ന് കോടമ്പുഴയും നമ്മുടെ കേരളവും ഒന്നടങ്കം ഇരട്ടി മധുരമായിക്കൊണ്ട് ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രേക്ഷകരെ. അപ്പോൾ ആ ഒരു വീടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്ന് നമുക്ക് വീക്ഷിച്ചു നോക്കാം എന്താണെന്ന്. അപ്പോൾ പ്രേക്ഷകരെ, എല്ലാവരും പ്രതീക്ഷിച്ച നമ്മുടെ അബ്ദുറഹീംക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. വളരെ മനോഹരമായ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മൾ. ഒരു ഇരട്ടി മധുരമാണ് നമുക്ക് ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെയധികം സന്തോഷം കേട്ടോ, പറഞ്ഞറിയിക്കാൻ കഴിയൂല. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ 20 കൊല്ലത്തോളം വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ട് ഇപ്പോൾ റിലീസായ ആ ഒരു നിമിഷത്തിൽ വളരെയധികം സന്തോഷമാണ് നമുക്കിപ്പോൾ ഈ ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ കാണാൻ കഴിയുന്നത്. ഇരട്ടി മധുരം തന്നെയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഉമ്മയൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. അദ്ദേഹം പഴയ വീടാണിത്. അദ്ദേഹം ഇവിടുന്ന് സൗദിയിലേക്ക് ഈ വീട്ടിൽ നിന്നാണ് പോയത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ കാഴ്ചകൾ കേട്ടോ.